ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൻ്റെ 277-ാമത്തെ ക്ലാസ്സാണ്. അനന്തരാവകാശങ്ങളിൽ ഓഹരി വയ്ക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങളിൽ അവർക്ക് കിട്ടിയ മുതലുകൾ അവരുടെ എണ്ണവുമായിട്ട് ബന്ധിപ്പിച്ച് ഓഹരിക്കുമ്പോൾ അവിടെ പൊട്ടൽ സംഭവിക്കുന്നു, അംശം വരുന്നു. അത് ഇല്ലാതാക്കുന്ന പരിപാടികളാണ്, അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞു. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണം സലാസു ബനാത്തിൻ, 3 പെൺമക്കൾ. സലാസത്തു ഇഖ്വത്തിൻ ലി ഗൈരി ഉമ്മിൻ, ഉമ്മവത്തത് അല്ലാത്ത 3 സഹോദരന്മാർ. സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വാപ്പയും ഉമ്മയൊത്ത സഹോദരന്മാർ, അല്ലെങ്കിൽ വാപ്പയൊത്ത സഹോദരന്മാർ, 3 പേര്. അപ്പോൾ 2 വിഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 3 പെൺമക്കൾ എന്ന് പറയുമ്പോൾ മയ്യത്തിൻ്റെ നേരെ പെൺമക്കൾ അവർക്ക് 3ൽ 2ആണ്. പിന്നെ ബാക്കിയുള്ളത് സഹോദരന്മാർക്ക് കിട്ടും, കാരണം സഹോദരന്മാർ അസബക്കാരാണ്. അപ്പോൾ ഫൽ മസ്അലത്തു മിൻ സലാസത്തിൻ, അവിടെ 3ൽ നിന്നാണ് അടിസ്ഥാന മസ്അല വരുന്നത്. 3ആയിട്ടാണ് മുതലിനെ ഓഹരിക്കുന്നത്. ലിൽ ബനാത്തി ഇസ്നാനി, പെൺമക്കൾക്ക് കിട്ടിയത് 2ആണ്. കാരണം 3ൻ്റെ 3ൽ 2. ഇനി ബാക്കിയുള്ള 1ആണുള്ളത്. ആ 1 സഹോദരന്മാർക്ക്, സഹോദരന്മാർ 3 പേരാണ്. ഇവിടെ പെൺമക്കൾ 3, അവർക്ക് കിട്ടിയത് 2. യുബായിനു അതദഹുന്ന, ആ 2 തമ്മിൽ, അതായത് അവർക്ക് കിട്ടിയത് 2, അവരുടെ സംഖ്യ എണ്ണം 3. ആ 3ഉം 2ഉം തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ ആ 3ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? തബായുനാണ്. അപ്പോൾ അങ്ങനെ തബായുനായി കഴിഞ്ഞാൽ അവരുടെ ആ എണ്ണമാണ് നമ്മളവിടെ എടുക്കേണ്ടത്. അവരുടെ ആൾക്കാരുടെ എണ്ണം എടുത്താൽ മതി. അപ്പോൾ എണ്ണം എത്രയാണ്? 3. അപ്പോൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. തബായുനാണെങ്കിൽ അവരുടെ എണ്ണത്തെ നാം പിടിക്കണം. അപ്പോൾ യുത്രക്കു ബിഹാലിഹി, ആ എണ്ണത്തെ അങ്ങനെ തന്നെ അവിടെ എടുക്കണം. ഒലിൽ ഇഹ്വത്തി, സഹോദരന്മാരുള്ളത് 3 പേരാണ്. അവർക്ക് കിട്ടിയത് വാഹിദിന് 1ആണ്. അതും ഇതുപോലെ തന്നെ. അപ്പോൾ 1ഉം 3ഉം തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ യുബായിനു അതദഹും, അവരുടെ എണ്ണമാകുന്ന 3ഉം 1ഉം തമ്മിൽ തബായുനാണ് ബന്ധം. ഇത്രക്കു ഐലം ബിഹാലിഹി, അപ്പോൾ അവിടെയും ആ എണ്ണം എന്ത് ചെയ്യണം? നമ്മൾ പിടിക്കണം. അപ്പം നമുക്കിപ്പോൾ എന്തായി? 2 വിഭാഗത്തിൽ നിന്ന് നമ്മൾക്ക് റിസൾട്ടായിട്ട് വന്ന സംഖ്യ 3 വീതമാണ്. 3, 3. വൽ അതദാനി, 3, 3 എന്നുള്ളത് മുത്തമാസിലാനി, അതിൻ്റെ ബന്ധം തമാസുലാണ്, അത് തുല്യ സംഖ്യകളാണ്. ഫോ ഇളറബു അഹദുഹുമ, അപ്പം 3 എന്നതിനെ ഗുണിക്കപ്പെടണം. ഫി സലാസത്തി അല്ലത്തി ഹിയൽ മസല, അസ്ൽ മസല നേരത്തെ പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനമായി നമ്മൾ ആദ്യം കണ്ടെത്തിയ അടിസ്ഥാന സംഖ്യ എന്ന് പറയുന്നത് 3ആണ്. ആ 3ലേക്ക് ഈ 3നെ കൊണ്ടുപോയി ഗുണിക്കണം. യബലുഗുൽ ഹാസിലു തിസാത്തൻ, അപ്പോൾ കിട്ടുന്ന റിസൾട്ട് 9 തീരും. തസിഹുബിനുൽ മസലത്തു, അവിടെ മസല റെഡിയാവും. അതായത് 9ൽ നിന്ന് നമ്മൾ കൊടുത്താൽ ഇനി റെഡിയാണ്. 9ൻ്റെ 3ൽ 2, 9ൻ്റെ 3ൽ 2, 6. ആ 6 എന്ന് പറയണത് 3 പെൺപിള്ളേർക്ക്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് 2 വീതം കിട്ടി. ഇനി 6 കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 9ൽ ബാക്കിയുള്ളത് 3. ആ 3 എന്ന് പറയണത് 3 സഹോദരന്മാർക്ക് കൊടുക്കണം. 3 സഹോദരന്മാരാണുള്ളത്, അവർക്ക് 3 കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് 1 വീതം. അപ്പോൾ റെഡിയായി. ഇനി വേറൊരു മസല, 3ാമത്തെ ഉദാഹരണം. സിത്തു ബനാത്തിൻ, 6 പെൺമക്കൾ. സലാസത്തു ഇഖ്വത്തിൻ ലി ഗൈരി ഉമ്മിൻ, ഉമ്മ ഒത്തതല്ലാത്ത 3 സഹോദരന്മാർ. ഇപ്പോൾ തൊട്ട് മുമ്പുള്ള മസലയും ഈ മസലയും ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. തൊട്ട് മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ 3 പെൺമക്കൾ 3 സഹോദരന്മാർ. ഇവിടെ 3 സഹോദരന്മാർ 6 പെൺമക്കൾ. ഇതാണ്. അപ്പോൾ 3 പെൺമക്കൾ എന്ന് പറയുമ്പോൾ, 6 പെൺമക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഓഹരി 3ൽ 2ആണ്.
മൂന്നിൽ രണ്ടിൻ്റെ ബാക്കിയുള്ളത് മൂന്ന് സഹോദരന്മാർക്ക് കൊടുക്കും. ഫൽ മസലത്തു മിൻ സലാസത്തി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നിൽ നിന്ന് തന്നെയാണ് ഇവിടെ മസല തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട അടിസ്ഥാന സംഖ്യ മൂന്ന് തന്നെയാണ്. ഷിൽ ബനാത്തി ഇസ്നാനി, അതിൽ പെൺമക്കൾക്ക് മൂന്നിൽ രണ്ട് കിട്ടി. മൂന്നിൽ രണ്ട് പെൺമക്കൾക്ക് കിട്ടി. അപ്പോൾ അവിടെ അവർക്ക് പെൺമക്കളുടെ എണ്ണം 6, അവർക്ക് കിട്ടിയത് 2. യുവാഫിക്കു അതദഹുന്ന ബിൻ നിസ്ഫി, അവിടെ ഈ 6ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് തവാഫുക്ക് എന്ന ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ പുറമേ നിന്നൊരു സംഖ്യ എടുക്കുന്നു, ആ സംഖ്യ 2ആണ്. ആ 2 കൊണ്ട് ഈ 2നെയും നിശേഷം ഹരിക്കുന്നു. ഈ 2നെയും നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് അല്ല 2 കൊണ്ട് 2നെ ഹരിക്കുന്നു. അപ്പോൾ ഉത്തരം 1. പിന്നെ മറ്റേ സംഖ്യ 6ആണ്, 6നെ ഹരിക്കുന്നു. അപ്പോൾ ഉത്തരം 3. അപ്പോൾ അവിടെ ഇവരുടെ ആളുകളുടെ എണ്ണം 6. ആ 6ൻ്റെ വിഫ്ക്, 6നെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം 3. അപ്പോൾ ഫയുറദ്ദു ഇലാ സലാസത്തിൻ, ആ പെൺമക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടി. നമ്മൾ പിടിക്കാൻ കിട്ടിയ സംഖ്യ 3ആണ്. ആ 3നെ നമ്മൾ എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു ലിഹ്വത്തി വാഹിദുൻ, ഇവിടെ സഹോദരങ്ങളാണുള്ളത്. എത്ര പേര്? 3 പേരാണ്. അവർക്ക് കിട്ടിയത് 1ആണ്. 1ഉം 3ഉം തമ്മിലുള്ള ബന്ധം തബായുനാണ്. യുബായിനു അദദഹും, 3, 1 തമ്മിലുള്ള ബന്ധം തബായുനാണ്. ഫയുത്രഖു ബി ഹാലിഹി, അത് അതിൻ്റെ ഹാലിൽ തന്നെ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ആ അതതിനെ, ആ എണ്ണത്തെ, ആൾക്കാരുടെ എണ്ണത്തെ നമ്മളിങ്ങ് എടുത്താൽ മതി. തബായുനാവുമ്പോൾ അങ്ങനെയാണല്ലോ, അവരുടെ എണ്ണത്തെ എടുക്കണം. അപ്പോൾ ഇവിടെ സഹോദരന്മാരെത്രയാണ്? 3. അപ്പോൾ എന്തായി? ഈ സഹോദരന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സംഖ്യ 3. പെൺമക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ അവിടെയും നമ്മൾ എടുക്കുന്നത് 3. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് എടുത്തത് 3 വീതമാണ് എടുത്തത്. വൽ അതദാനി മുത്തമാസിലാനി, ആ സംഖ്യകൾ തമ്മിൽ മുത്തമാസിലാനിയാണല്ലോ, തമാസുലാണല്ലോ ബന്ധം. കാരണം 3 3ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? യുളറബു അഹദുഹുമ, ആ 3നെ ഗുണിച്ചാൽ മതി. ഫി സലാസത്തി അല്ലത്തി ഹിയൽ അസുൽ മസലത്തി, അസുൽ മസലയാകുന്ന അടിസ്ഥാനപരമായ നമ്മളുടെ സംഖ്യയാകുന്ന 3ൽ കൊണ്ടുപോയിട്ട് ഈ 3നെ ഗുണിക്കണം. അപ്പോഴും വൽ ഹാസിലു വഹുവ തിസ്അത്തുൻ, 9ആണ് അവിടെ കിട്ടിയ റിസൾട്ട്. തസിഹു മിൻഹുൽ മസലത്തു, അതിൽ നിന്ന് മസല ശരിയാവും. അതായത് 9 ആക്കി വിഭജിച്ചാൽ ഇവിടെ ശരിയാവും. 9ൻ്റെ 3ൽ 2 6. ആ 6 പെൺമക്കൾക്ക് കൊടുക്കണം. 6 എന്നത് പെൺമക്കൾക്ക് കൊടുക്കണം. പെൺമക്കൾ എത്ര പേരാ? 6 പേര്. അപ്പോൾ ഒരു പെണ്ണിനെ 1 കിട്ടിയെന്ന്. ഇനി 6 കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 3. ആ 3 സഹോദരന്മാർക്ക് കൊടുക്കണം. സഹോദരന്മാരെത്ര പേരാ? 3 പേര്. അപ്പോൾ ഒരാൾക്ക് 1 കിട്ടി. അപ്പോൾ പൊട്ടലില്ലാതെ എന്തായി? കാര്യങ്ങൾ റെഡിയായി. പിന്നെ അടുത്ത മസല, അടുത്ത ഉദാഹരണം. അർബഉ സൗജാത്തിൻ, 4 ഭാര്യമാർ. ഒരാൾ മരണപ്പെട്ടപ്പോൾ അവിടെ ഉള്ളത് 4 ഭാര്യമാർ. വ സലാസു ബനാത്തിൻ, 3 പെൺമക്കൾ. വസന അഷറ അമ്മൻ, 12 പിതൃ സഹോദരന്മാർ. കൊച്ചാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ എന്ന് പറയുന്നവർ 12 പേര്. പെൺമക്കൾ 3 പേര്, 4 ഭാര്യമാരും. അങ്ങനെയുള്ള ഒരു മസല. അവിടെ നമുക്കറിയാം ഭാര്യമാർക്ക് 8-1, പെൺമക്കൾക്ക് 3-ൽ 2. ബാക്കി എന്തെങ്കിലും ഉള്ളത് അത് ഈ അമ്മുകൾക്ക്, 12 അമ്മുകൾ. അപ്പോൾ 2 ഭിന്നസംഖ്യയാണ്. 8-1, 3-ൽ 2. അപ്പോൾ 2 ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം 8ഉം 3ഉം. 8ഉം 3ഉം തമ്മിലുള്ള ബന്ധം തബായുനാണ്. അപ്പോൾ പരസ്പരം ഗുണിക്കണം. 3 8 24. ഫൽ മസലത്തു മിൻ 24. അപ്പോൾ 24-ൽ നിന്നാണ് ഈ മസല ഉള്ളത്. ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തുന്ന സംഖ്യ 24ആണ്. എന്നിട്ട് 24ൻ്റെ വിഹിതങ്ങൾ കൊടുക്കണം. ഭാര്യമാർക്ക് 8-1 ലി സൗജാത്തി സലാസത്തുൻ, എല്ലാ ഭാര്യമാർക്കും കൂടി കിട്ടിയത് 3, അങ്ങനെ 8-1. 3-ൽ 2
പെണ്ണുങ്ങൾക്ക് ഒലിൽ ബനാത്തി സിത്തത്താശറ 16 പെൺമക്കൾക്ക് കിട്ടിയത്. കാരണം 24ൻ്റെ 2. അപ്പോൾ 16ഉം 3ഉം 19. 19 കഴിഞ്ഞാൽ ബാക്കി 5 ഉണ്ട്. ഒലിൽ ആമാമി ഹംസത്തുൻ. അപ്പം അമ്മകൾക്ക് അഥവാ കൊച്ചാപ്പ മൂത്താപ്പമാർ എന്ന് പറയുന്ന അവർക്ക് കിട്ടിയത് 5. അപ്പോൾ 4 ഭാര്യമാർ, 4 ഭാര്യമാർക്ക് 3 പെൺമക്കൾ അവർക്ക് കിട്ടിയത് 16. 12 പിതൃസഹോദരന്മാർ അവർക്ക് കിട്ടിയത് 5. അപ്പം ഈ 3 വിഭാഗത്തിലും ഇവിടെ പൊട്ടൽ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഭാര്യമാർക്ക് കിട്ടിയത് 3, അവരുടെ എണ്ണം 4, 3ഉം 4ഉം. ഇതാണപ്പോൾ 2 സംഖ്യകൾ കിട്ടിയത്. 3ഉം 4ഉം തമ്മിലുള്ള ബന്ധം തബായുനാണ്. അപ്പോൾ അവരുടെ എണ്ണത്തെ പിടിക്കണം. എണ്ണം 4. 16 കിട്ടി പെൺമക്കൾക്ക്. 16ഉം 3ഉം തമ്മിലുള്ള ബന്ധം അതും തബായുന്. അപ്പോൾ അവിടെ പെൺമക്കളുടെ എണ്ണത്തെ പിടിച്ചു. അപ്പോൾ അവിടുത്തെ സംഖ്യ 3. 5ഉം 12ഉം തമ്മിലുള്ള ബന്ധം അതാണ് പിതൃസഹോദരന്മാർക്ക്. അവിടെയും തബായുന്. അപ്പോൾ അവരുടെ എണ്ണം പിടിച്ചു. അവരുടെ എണ്ണമാണ് അങ്ങ് തബായുന് വന്നാൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 സംഖ്യകൾ നമ്മുടെ മുമ്പിലുണ്ട്. 4, 3, 12. 4, 3, 12. അപ്പം അതിൽ 12ഉം 3ഉം തമ്മിലുള്ള ബന്ധം നോക്കാം. അപ്പോൾ അത് തമ്മിൽ തദാഹുലാണ്. തദാഹുലാകുമ്പോൾ വലിയ സംഖ്യ എടുത്തു 12. ഇനി അടുത്തതായിട്ട് 12ഉം 4ഉം തമ്മിലുള്ള ബന്ധം എടുക്കുക. അപ്പോൾ അതും തദാഹുൽ തന്നെ ബന്ധം. അപ്പോഴും 12 പിടിച്ചു. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ കുല്ലുമ്മിൻ ഹാദിഹി സിഹാമി, ഇവിടെയുള്ള കിട്ടിയ വീതം കത് ബായന അദദഹു, ഈ 3 ടീമിൻ്റെയും എണ്ണവുമായിട്ട് അവർക്ക് കിട്ടിയ മുതൽ അത് തബായുൻ എന്ന ബന്ധമാണ് കാണിക്കുന്നത്. ഫയുത്രഖു അലാ ഹാലിഹി, അതുകൊണ്ട് അവിടെ ആ പാർട്ടിക്കാരുടെ എണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത്. വലാക്കിൻ അൽ അഅദാദു, എന്നിട്ട് ഇവരുടെ എണ്ണങ്ങൾ 3 എണ്ണങ്ങളാണ്. ഭാര്യമാർ 4, പെൺമക്കൾ 3, പിതൃസഹോദരന്മാർ 12. ഇവകൾ തമ്മിലുള്ള ബന്ധം എടുക്കുമ്പോൾ മുത്തദാഹിലത്തുൻ, തദാഹുൽ എന്ന ബന്ധമാണ് അവിടെ ഉള്ളത്. അപ്പോൾ യുദ്റബുൽ അദദുൽ അക്ബറു, അതിൽ വലിയ സംഖ്യ അതേതാ? വലിയ സംഖ്യ 12. ആ 12നെ ഗുണിക്കപ്പെടണം. ഫി അസലിൽ മസലത്തി, അസൽ മസലയിൽ ഗുണിക്കപ്പെടണം. അസൽ മസല എന്ന് പറഞ്ഞാൽ 24 അപ്പോൾ എവിടെ എത്തിയപ്പോൾ 24ഉം 12ഉം തമ്മിൽ ഗുണിക്കണം. 12ഉം തമ്മിൽ ഗുണിക്കണം. അൽ ഇസ്നാഅശ്റാഫിൽ 24 അങ്ങനെ ഗുണിക്കണം. യബുലുഗു 288 അപ്പം അതിൻ്റെ ഉത്തരം ഗുണനഫലം 288. ഇനി ഈ 288 നിന്ന് കൊടുത്താൽ റെഡിയാകും. 288ൻ്റെ 8 ഭാര്യമാർക്ക്, അതിൻ്റെ ഉത്തരം 36. ഈ 36 കിട്ടിയിരിക്കണം 4 ഭാര്യമാർക്കാണ്. അപ്പോൾ ഒരു ഭാര്യക്ക് 9. ഇനി 288ൻ്റെ 3/2 എന്ന് പറയണത് 192. 192 എന്ന് പറഞ്ഞത് കിട്ടിയിരിക്കണത് 3 പെൺമക്കൾക്ക്. അപ്പോൾ ഒരു മകൾക്ക് 64. ഇനി ബാക്കിയുള്ളത് ഈ 2 കൂട്ടക്കാർക്ക്, ഭാര്യമാർക്കും പെൺമക്കൾക്കും കൊടുത്തിട്ട് ബാക്കി 288ൽ ഇനി ബാക്കിയുള്ളത് 60. ആ 60 അമ്മകൾക്ക് കൊടുക്കണം. അമ്മകൾ എത്ര പേരാ? അമ്മ എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരൻ. അവരെത്ര പേരാ? 12 പേര്. ആ 12 പേർക്ക് കിട്ടിയത് എത്രയാ? 60. ആ 60 എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 5. കാരണം 12 60. അപ്പോൾ അതും റെഡിയായി. ഇനിയും ഇതിൽ ഈ പറയുന്ന രീതി, ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പറയുന്ന മസാലയ്ക്ക് 2 ഉദാഹരണങ്ങൾ കൂടി കിതാബിൽ പറയുന്നുണ്ട്.